എന്തായാലും നന്ദി പറയേണ്ടതാ വിഷ്ണുവിനോടാ. ഞങ്ങളെ അമ്പലത്തിൽ പോയിട്ട് വന്നതാ. ആ, നന്നായി മോളെ. രണ്ടുപേരും ചേർന്ന് ഒരു ഐക്യമത്യ പുഷ്പാഞ്ജലി നടത്തണമെന്ന് ഞാൻ പറയാനിരിക്കുമായിരുന്നു. ഞങ്ങളിപ്പോ സംസാരിച്ച് ഒരു ഐക്യം വരുത്തിയിരിക്കുക ശാരദാമ്മേ. ഇനി എപ്പോഴാ ഈ പാർട്ടി ഇടയുന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. ഇടഞ്ഞാൽ ഈ ഐക്യമൊക്കെ അങ്ങ് പോവും. അമ്മ വഴക്ക് ഞാനായിട്ട് ഉണ്ടാക്കുന്നതല്ല, അതങ്ങനെ വന്നു പോകുന്നതോ. ഇനി അങ്ങനെ വന്നു പോകരുതെന്നാ ഞാൻ പറയുന്നത്. നീ കുറെ കാര്യങ്ങളിൽ സ്വയം ഒരു നിയന്ത്രണം പാലിക്കേണ്ടതുണ്ട്. രോഹിത്തിന് അവന്റേതായ കാര്യങ്ങളിൽ സ്വാതന്ത്ര്യവും കൊടുക്കണം. അപ്പൊ പരസ്പരമുള്ള ഐക്യം തകരാതെ മുന്നോട്ട് പോകാൻ പറ്റും. ഞാൻ ഏത് രീതിയിലും അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറാ ശാരദാമ്മേ. വഴക്കും ബഹളവും ഇല്ലാതെ മുന്നോട്ട് പോകണമെന്നാ എന്റെ ആഗ്രഹം. വീണ്ടും നിങ്ങളെ ഒന്നിപ്പിക്കാൻ വിഷ്ണു ഒരുപാട് പാടുപെട്ടെന്ന് ഇവിടമ്മ കുറച്ചു മുമ്പേ പറയുന്നത് കേട്ടായിരുന്നു. വിഷ്ണുപ്രഭയ്ക്ക് എല്ലാവരും ഒന്നിച്ച് സ്നേഹത്തോടെ ആ വീട്ടിൽ നിൽക്കുന്നത് വലിയ സന്തോഷമാണ്. അതിപ്പോ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. എനിക്കിപ്പോ ഇവിടെ തന്നെ എന്തൊക്കെ ബിസിനസ്സുകൾ നോക്കുന്നുണ്ടെന്നാ പറഞ്ഞേ. ദുബൈയിലേക്കൊന്നും പോവാതെ ഇവിടെ നിന്ന് കാശുണ്ടാക്കാനാ ബ്രോ പറയുന്നത്. അതിനുള്ള പണവും തരാന്ന് പറഞ്ഞു. സഹോദര സ്നേഹമുള്ളവനാ വിഷ്ണു. എല്ലാവരും നന്നായി കാണണമെന്ന് ഒരുപോലെ ആഗ്രഹിക്കുന്നവൻ. അങ്ങനെയുള്ള നല്ല മനസ്സുള്ളവരൊന്നും ഭൂമിയിൽ അധികം ഒന്നും കാണാൻ പറ്റില്ല. ഈശ്വരൻ കണ്ണു തട്ടാതെ ആയുസ് കൊടുക്കട്ടെ. അമ്മേ മോളെ അച്ഛാ അച്ഛനും അമ്മ എപ്പോ വന്നു? ഞങ്ങൾ വന്നിട്ട് കുറച്ചു നേരമായി. മോള് എവിടെയായിരുന്നു? ഞാൻ സത്യമായിട്ട് ഫോൺ ചെയ്യായിരുന്നു. അതെ, എന്നാലേ എടുക്കാനുള്ളതൊക്കെ എടുത്തോ. ഞങ്ങള് മോളെ സത്യയുടെ അടുത്തേക്ക് കൊണ്ടുപോകാൻ വന്നതാ. ശരിക്കും? ആ, ഞാനും അങ്ങോട്ട് പോണോന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അവിടെ കുറച്ചു മുമ്പേ വിഷ്ണു അച്ഛൻ മരിച്ചു. എന്താ ഈ പറയുന്നേ? ഇങ്ങനെയാണോ പറഞ്ഞു പഠിക്കുന്നേ? നേരെ ശാരദമ്മേ, സത്യ പറഞ്ഞത്. അവിടെ എല്ലാരും കരച്ചിലായിരുന്നു. പക്ഷെ അപ്പോഴേക്കും വിഷ്ണു അച്ഛന് ജീവൻ വെച്ചു. മോളെ പപ്പി, നീ എന്തൊക്കെയാ പറയുന്നേ? തമാശക്കാണെങ്കിൽ ഇങ്ങനെയൊക്കെ പറയാവോ? അല്ല, സത്യം എന്താ പറഞ്ഞേ? അത് പിന്നെ ഞാനെല്ലാരും പറ്റിച്ചതാ. എല്ലാരും പറ്റിച്ചതാ. എന്തായാലും കളിയാണെങ്കിലും കാര്യമാണെങ്കിലും വിഷ്ണുവിന് എന്തോ ആപത്ത് വരുമെന്നൊരു തോന്നല്.